ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറെ കാലമായി നമ്മുടെ വീഡിയോ ഇട്ടെന്ന് എനിക്കറിയാം. സോ ഈ വട്ടം കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ നോർത്തു. അപ്പൊ ഏതായാലും ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ക്രിസ്മസ് ഡെക്കറേഷൻസ് വാങ്ങിയിട്ടുണ്ട്. ജീവിതം ഈ വർഷത്തെ ക്രിസ്മസ് ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നെ ഈ വട്ടത്തെ ക്രിസ്മസ് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണാം. ആൻഡ് ദിസ് ഈസ് ഓൾ ഐ ബോട്ട് ഫോർ ദിസ് ക്രിസ്മസ്. എനിക്ക് പണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കുഞ്ഞിലെ വാങ്ങി, അത്യാവശ്യം ഒരു 6-7 ഇയേഴ്സ് ഒക്കെ മുമ്പ് വാങ്ങിയതാണ്. അത് ഭയങ്കര ചെറിയ ക്രിസ്മസ് ട്രീ ആണ്. സോ ഈ വട്ടം കുറച്ച് ഗ്രാൻഡ് ആയിട്ട്, അധികം ഒന്നുമില്ല, എന്റെ അത്രയൊക്കെ വരുന്നൊരു ക്രിസ്മസ് ട്രീയും അതിന് വേണ്ട കുറച്ചധികം ഓർണമെന്റ്സും അങ്ങനെ കുറച്ചധികം റൂം എന്താ പറയാ നല്ല ഒരു ക്രിസ്മസ് വൈബിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കുറച്ചധികം സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അത് കാണാം. അപ്പൊ ആദ്യം ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇത് പല ടൈപ്പിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം മേടിക്കാൻ ചെന്നപ്പോ ഫസ്റ്റ് കണ്ടത് ഇതാണ്. അത്യാവശ്യം ഭയങ്കര ഡിസ്കൗണ്ടിൽ ഇത് ഇങ്ങനെ ഇത്രയ്ക്ക് ഇത്ര എന്നുള്ള രീതിയിൽ ഡിസ്കൗണ്ട് ആയിട്ട് കുറെ പേര് അവിടുന്ന് എടുക്കുന്നുണ്ട്. ഇത് പല ടൈപ്പ് ആയിട്ടാണ്. ഈ സാധനം കുറച്ചുകൂടെ ലീഫ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതിന്റെ ലീഫ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഇതിലെല്ലാം ഓരോ പൈൻ കോൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ സ്നോ പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം എനിക്ക് കുറച്ച് ഇഷ്ടമായി. ഞാൻ ആദ്യം ഒരു 10 എടുക്കാൻ നോർത്തു. പിന്നെ അവർക്ക് വെറുതെ എന്തിനാ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആകും എന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ 5 ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പർച്ചേസ്. ഇത് നെക്സ്റ്റ് ഒരു പിങ്ക് ബോ ആണ്. ഇപ്പൊ നമ്മുടെ ഗേൾസിനെയൊക്കെ ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന സാധനമാണല്ലോ ഇങ്ങനത്തെ ബോ. ഞാൻ ആക്ച്വലി റെഡ് ആണ് നോക്കിയത്, പക്ഷെ അവിടെ റെഡ് ഉണ്ടായില്ല. സോ ഞാൻ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ ട്രീക്ക് ഇത് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം വലിയ വിലയില്ലാത്തത് കൊണ്ട് ഞാൻ ഓർത്തു ഈ സാധനം എടുത്ത് വെച്ചേക്കാം. ഭാവിയിലാണെങ്കിലും റൂമിനാണെങ്കിലും ഒരു സെറ്റപ്പിന് നൈസ് ആയിരിക്കും എന്ന് തോന്നി. അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് പർച്ചേസ്. ഇതൊരു ലെറ്റർ ബോക്സ് ആണ്, മിനിയേച്ചർ ലെറ്റർ ബോക്സ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇടാനാണ്. ഞാൻ ഒന്നെങ്കിൽ ഇത് ക്രിസ്മസ് ട്രീയില് അല്ലെ ഡോറിന്റെ ഫ്രണ്ടിലൊക്കെ, റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇടാന്നൊക്കെ ആലോചിച്ച്. നല്ല രസമുള്ള ഒരു സാധനമാണ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മെയിലൊക്കെ ഇടാൻ പറ്റുന്ന പോലെ ജസ്റ്റ് മെയിൽ ബോക്സിന്റെ ഒരു മിനിയേച്ചർ സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ടപ്പോ, ഒരു ലുക്ക് ഉണ്ട് സാധനത്തിന്. ഇതാണ് അപ്പൊ നമ്മുടെ തേർഡ് പർച്ചേസ്. അത് കഴിഞ്ഞ് ഇത് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന സാധനം റാപ്പിംഗ് പേപ്പർ ആണ്. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ വെക്കാൻ കുറച്ച് പെട്ടി, ഇങ്ങനത്തെ ക്രിസ്മസ് പ്രസന്റ്സിന്റെ പെട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ എടുക്കാന്ന്. പക്ഷെ പെട്ടിയായിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിനൊക്കെ ഭയങ്കര വില. അപ്പൊ ഞാൻ ഓർത്ത് ഏതായാലും ഞാൻ ഈ മേടിച്ച സാധനങ്ങൾക്കൊക്കെ കാർഡ്ബോർഡ് ഉണ്ട്. അപ്പൊ ആ കാർഡ്ബോർഡ് ഞാൻ തന്നെ റെഡ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതിന് കുറച്ച് റിബൺ വെച്ച് കെട്ടി ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പൊ അതിനുവേണ്ടി ഞാനത് വാങ്ങിയതാണ്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു ക്രിസ്മസ് വില്ലേജ് ആണ്. ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ. ഇതിൽ കുറെ വില്ലേജസ് ആണ്. എനിക്ക് 10 പീസസ് ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഇതിൽ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഓരോ ഹൗസിൽ ലൈറ്റ് വരും, അതിന്റെ കൂടെ മ്യൂസിക്കും വരും. ആക്ച്വലി നല്ല രസമായിരിക്കും. ഇപ്പൊ ഇതിൽ കാണിച്ചിട്ടുണ്ട് പുറകില്, അതുപോലെ ആയിരിക്കും ഇത് സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷെ ഭയങ്കര വലുതല്ല. നമ്മളൊരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അധികം വലുതായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഒരു എസ്തെറ്റിക് ലുക്കിനൊക്കെ നല്ല രസമായിരിക്കും. കുറച്ച് സ്നോയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വില്ലേജ് വൈബ് ഉണ്ടാക്കാം. നമ്മൾ ക്രിബ് വെക്കുന്നതിന് പകരം റൂമിലൊക്കെ ഒരു വില്ലേജ് പോലെ വെക്കാൻ നൈസ് ആയിരിക്കും. പിന്നെ ഇത് ലൈറ്റ്സ് ആണ്. ക്രിസ്മസ് ട്രീയിൽ ഇടാൻ വേണ്ടി ലൈറ്റ്സ് വാങ്ങിയതാണ്. എനിക്ക് ക്രിസ്മസ് ട്രീയിൽ ചുറ്റി വരുമ്പോൾ എത്ര വരും എന്ന് അറിയില്ല. സോ ഞാൻ ഇങ്ങനത്തെ ലൈറ്റ്സ് ഒരു 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്റ്റീൽ വയറിന്റെ ലൈറ്റ് ഉണ്ടല്ലോ നമുക്ക് LED സ്ട്രിപ്പിൽ കിട്ടുന്നത്, ബാറ്ററി ഓപ്പറേറ്റഡ് ആണല്ലോ എടുത്തത്. കാരണം കുത്താൻ എല്ലായിടത്തും പ്ലഗ് ഒന്നും ഇല്ല. നമ്മളെ കുറെ എക്സ്റ്റൻഷൻ ബോർഡ് വെക്കേണ്ടവർ ഇത്ര സാധനം കുത്തുമ്പോഴത്തേക്കും. സോ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ LED ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതൊരു ടേബിൾ റണ്ണർ ആണ്. ടേബിളില് ഇങ്ങനെ നടുക്കൂടെ ഇടുന്ന സാധനം. അപ്പൊ ഈ ടേബിൾ റണ്ണർ വെച്ചിട്ട് ഇതില് ഗാർലൻഡ് വെച്ചാലോ എന്നൊക്കെയുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. എന്താവും എന്നറിയില്ല, ചെയ്ത് വരുമ്പോ അറിയാം, ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോ അറിയാം എന്താവുന്ന്. ബട്ട് സ്റ്റിൽ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ടേബിൾ റണ്ണർ ആണ്. ഇതൊരു 100 പീസിന്റെ ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ് ആണ്. ഞാനിപ്പോ ഈ വട്ടം ഒരു ക്ലാസ് ആയിട്ട് ഗോൾഡൻ തീം പിടിക്കാൻ ഓർത്തു. പക്ഷെ ഇതിൽ സിൽവറും വരുന്നുണ്ട്. എനിക്ക് ഈ സ്റ്റാർ കുറച്ച് ഗോൾഡൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമായിനെ. ബട്ട് സ്റ്റിൽ ഇട്ട് വരുമ്പോ എങ്ങനെ ആവുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് കുറച്ചൊരു മറ്റേ കളർഫുൾ തീം മാറ്റിയിട്ട് ഈ വട്ടം കുറച്ച് ക്ലാസ് ആയിട്ടുള്ള ഒരു തീം പിടിക്കണം എന്നുണ്ടായി. അതുകൊണ്ടാണ് ഈ കളേഴ്സ് ചൂസ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഈ കളർ ചൂസ് ചെയ്തെങ്കിലും ഞാൻ റെഡും വാങ്ങിയിട്ടുണ്ട്. കാരണം റെഡ് ഇല്ലാതെ ക്രിസ്മസ് ഇല്ലല്ലോ. സോ റെഡും ഞാൻ 2 ഓർണമെന്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് അവിടെ ഇവിടെ ഇടയ്ക്ക് തൂക്കാം.
ഇത് ഒരു വലിയ ഗാർലൻഡ് ആണ്. ഇത് ഞാൻ ടേബിളില്, ഒരു ലോങ് ടേബിൾ ഉണ്ട്, അപ്പൊ ലോങ് ടേബിളില് ഇടാന്ന് ഓർത്ത് മേടിച്ചാണ്. അത്യാവശ്യം നീളമുണ്ട്. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോ എങ്ങനെ ആവും എന്നറിയില്ല. പക്ഷെ എനിക്കൊന്ന് ഇത് ഇങ്ങനെ വളയ്ക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വളച്ച് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോ ഇതാണ് ഗാർലൻഡ്. ഞാൻ ആക്ച്വലി മേളിൽ മറ്റേ പ്ലാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്ലാങ്കിലൂടെ ഇടാന്ന് ഓർത്തു. പക്ഷെ ഇത് ഇത്രയും വലുതാണ്, ഇത് മുറിക്കാനൊന്നും പറ്റില്ല. സോ പ്ലാങ്കില് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതായാലും ടേബിളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗാർലറ്റ്. ആൻഡ് ഇതും മറ്റേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വാങ്ങിയപ്പോ ഞാൻ വാങ്ങിയതാണ്. ഇതും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഡിസ്കൗണ്ടിലായിരുന്നു. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും റെഡ് വൈബിൽ കുറെ ഉണ്ടായി. സോ ഇത് ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. മറ്റേ 5 കൂടെ ഇതിലൂടെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ. എനിക്ക് പണ്ട് തൊട്ട് കുഞ്ഞിലെ തൊട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ട്രെയിൻ, പാളത്തിൽ കൂടെ ഉള്ള ട്രെയിൻ, പാളത്തിൽ കൂടെ പോകുന്ന ട്രെയിൻ മേടിക്കണം എന്ന്. പല സീരീസിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ചൈൽഡ്ഹുഡ് ഏറ്റവും ആഗ്രഹമുള്ള സാധനം കിട്ടി. അങ്ങനെയാണ് ഈ ട്രെയിൻ വാങ്ങിയത്. ഇതേതായാലും സെറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇടാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ക്രിസ്മസ് ട്രീ. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പോ നമുക്കിത് സെറ്റ് ചെയ്യാം. ആൻഡ് ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഇതാണ് നമ്മുടെ ട്രീ. ഇനിയിപ്പോ നമുക്ക്, അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയിപ്പോ നമുക്കിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യണം. ഇത് അതിന്റെ അടിയിലത്തെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ 2 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ 2 പാർട്ട് ആ സ്റ്റാൻഡിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇതെല്ലാം അത്യാവശ്യം നല്ല പണിയുണ്ട് ഇതെല്ലാം വിടർത്താനായിട്ട്. പക്ഷെ ഈ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇത്ര ഫുൾനെസ് തോന്നുന്നത്. സാധാ ടൈപ്പ് ലീഫ് അല്ല ഇത്, മറ്റേ ഇങ്ങനെ ബ്രഷ് പോലത്തെയാണ്. ഈ ഓർണമെന്റ്സിനൊന്നും ഇവര് ത്രെഡ് ഇട്ടുണ്ടായില്ല. ത്രെഡ് ജസ്റ്റ് ഇവര് സെപ്പറേറ്റ് ആയിട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പൊ ഈ 100 ത്രെഡ് ഇട്ട് അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്ക് കൈ വേനെടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ത്രെഡ് ഇട്ട് കെട്ടിയാലാണല്ലോ നമുക്ക് ഇതിൽ തൂക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പുതുതായിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ക്ലസ്റ്റർ ആയിട്ടൊക്കെ എല്ലാവരും ഇടുന്നത്, 3-4 എണ്ണമൊക്കെ ഒരുമിച്ചിടുന്നത്. അപ്പൊ ഞാൻ അതുപോലെ കുറച്ച് കെട്ടി നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇട്ട് നോക്കുമ്പോ എങ്ങനെ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ അറിയാം. അപ്പൊ ഇനി റിബൺ എങ്ങനെ കെട്ടും എന്ന് എനിക്ക് അറിയില്ല. ഇതിനൊരു പ്ലാൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ട്രീയിലിടാം. ലൈറ്റ്സ് എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ആ സ്റ്റെമ്മിൽ സ്റ്റീൽ വയർ ഇട്ടിട്ടുണ്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ 2 LED ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താകുമെന്ന് നമുക്ക് ലൈറ്റ് അടിക്കുമ്പോ നോക്കാം, ഓൺ ആക്കുമ്പോ നോക്കാം. ഏതായാലും ഇതെല്ലാം ഒന്നുകൂടെ കുറച്ച് ആ ലീഫൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് ബാക്കി ശരിയാക്കാം. നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. എനിക്ക് ഓവർ ആക്കണ്ടെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 2 ഉണ്ട്. ബട്ട് സ്റ്റിൽ അധികം ഓവർ ആയിട്ടില്ല എന്നാണ് വിശ്വാസം. ഇനി കുറച്ച് ഓർണമെന്റ്സ് കൂടെ ഇടുമ്പോ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പൊ ഇത് ലൈറ്റ് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ലൈറ്റ് കൂടെ ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഭയങ്കര ഇരുണ്ടിരിക്കാന്നറിയാം, ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ട്. ഒഫീഷ്യലി ക്രിസ്മസ് ട്രീയിൽ ആദ്യം അതാണ് വെക്കേണ്ടത്, പക്ഷെ ഞാൻ അത് വെച്ചില്ല. ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ട്. പക്ഷെ എനിക്കിത് ഈ സിൽവർ ആയത് ഞാൻ നേരത്തെ വാങ്ങിയത്. സിൽവർ ആയത് അപ്പോഴേക്കും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഗോൾഡ് തന്നെ കുറച്ച് ഭംഗിയുണ്ടായി. അപ്പൊ ഏതായാലും പക്ഷെ ഇത് വെക്കാൻ വേണ്ടി ഞാൻ എടുത്ത കുറച്ച് ഗ്ലാസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഏതായാലും ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ബാക്കി ഓർണമെന്റ്സ് കൂടെ വെക്കാം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത ലാസ്റ്റ് ഔട്ട്പുട്ട്. ലൈറ്റ് അത്ര ഒരു ഇന്റൻസിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയും, മറ്റേ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. ഏതായാലും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അധികം ഓർണമെന്റ്സ് ഇങ്ങനെ വലിച്ചു വാരി ഇടണ്ടാന്നുണ്ടായി. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഉണ്ട്.
ഈ റെഡ് കളർ ഞാൻ അത്യാവശ്യം ഒഴിവാക്കാന്ന് ആലോചിച്ചാ, മറ്റേ ഗോൾഡ് തീം മാത്രം ആക്കാന്നൊക്കെ ആലോചിച്ചു. പക്ഷെ റെഡ് ആണ് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. സോ റെഡ് തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും വലിച്ചിടണ്ട. അവിടെ ഇവിടെയൊക്കെ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇനിയും വലിച്ചു വാരി ഇടണ്ടാന്ന് ഓർത്തു. അതുപോലെ ഞാൻ ക്ഷീണിച്ചു. ഒരു 8 മണിക്ക് എന്ത് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പൊ 12 മണിയായിട്ടുണ്ട്. 4 മണിക്കൂറായി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടുത്ത്. അപ്പൊ ഏതായാലും ബാക്കി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങള്. ഈ അടിയില് കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ്സ് പോലെയോ എൽഫും ഒക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതേതായാലും നാളെ ചെയ്യാന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന്റെ ഫസ്റ്റ് കഷ്ടപ്പാട്. അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. മറ്റേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത്രയും പണിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പണി പക്ഷെ ഭയങ്കര പണിയാണ്. അപ്പൊ ഏതായാലും നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഫുള്ള് കഴിഞ്ഞു ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ എലിക്ക് ഇച്ചിരി ഇന്റൻസിറ്റി കുറവുണ്ട് ലൈറ്റ്, അത് മാത്രമേ ഒരു പോരായ്മയായിട്ട് തോന്നുള്ളൂ. ബട്ട് ഓവറോൾ കാണാൻ കുറച്ച് രസമുണ്ട്. പിന്നെ ഇനി ഈ ലോങ് ടേബിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്. ഈ പലരുടെയും മറ്റേ വീട്ടില് മറ്റേ ടേബിള് ടി വി വെച്ചിരിക്കുന്ന ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഞാൻ കണ്ടു. ആ ഒരു വൈബിലാണ് ഞാൻ മേടിച്ചത്. ടി വി ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ ബാക്കി ഈ ലോങ് ടേബിൾ നമുക്ക് ഈ ഗാർലൻഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു 4 സെറ്റിന്റെ ക്യാൻഡിലാണ്. അപ്പൊ ഇത് ഇതിന്റെ കൂടെ വെക്കാന്ന് ആലോചിക്കട്ടെ. അതേപോലെ റണ്ണർ ആദ്യം ഇട്ടിട്ട് ഗാർലൻഡ് വെക്കാന്ന് ആലോചിക്കുന്നു. ഗാർലൻഡ് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഗാർലൻഡ് വന്നപ്പോ തന്നെ മൊത്തത്തിൽ ഒരു വൈബ് മാറിയ പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഇത് കുറച്ചുകൂടെ ഫിക്സ് ചെയ്ത് വെക്കാൻ തോന്നുന്നു. ഇതിൽ സ്റ്റീൽ വയറാണ് ഓൾറെഡി ഇതിന്റെ നടുക്കൂടെ വരുന്നത്. നമ്മുടെ മറ്റേ ക്രിസ്മസ് ട്രീയിലൊക്കെ പോയിട്ട് തന്നെയാണ്. അപ്പൊ ഇത് ഇരുന്നോളും, അധികം വിട്ടു പോകണ്ടോന്നില്ല. ബട്ട് സ്റ്റിൽ ഇവിടുന്ന് കുറച്ച് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ട്രാൻസ്പെറന്റ് ഷീറ്റ് മറ്റേ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫിക്സ് ആയി ഇരിക്കും എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്കിതൊന്ന് എല്ലാ ലീഫൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ടേപ്പ് കൂടെ ഒട്ടിച്ച് ഇത് ഭംഗിയാക്കാം. നമ്മൾ നമ്മുടെ ക്രിസ്മസ് വില്ലേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയൊരു എൻട്രൻസ്, ട്രീ, പിന്നെ കുറച്ച് ഹൗസ്, പിന്നെ പോള്, ക്രിസ്മസ് അപ്പൂപ്പൻ, ഒരു സ്നോ. പിന്നെ ലൈറ്റ് ഉണ്ട് ഇൻബിൽറ്റ് ആയിട്ട്. അതായത് ലൈക്ക് ഇൻബിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഒരു സ്ട്രിങ് ഉണ്ട്. അത് നമ്മുടെ ഈ ഹൗസിന്റെ പുറകിലൊരു ഹോൾസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ഹൗസസ് എല്ലാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് വില്ലേജ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ക്യാൻഡിൽസ് കൂടെ വെക്കാണ്ട് ഏതൊക്കെ എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഐഡിയ ഒക്കെ ചെയ്ത് നോക്കാം. ക്യാൻഡിൽസ് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഇടയിലായിട്ട് സെറ്റ് ചെയ്യാം. കുറച്ചുകൂടി ക്ലസ്റ്റർ ആയിട്ട് വെക്കുന്നതായിരിക്കും ഭംഗിയെന്ന് തോന്നി. പക്ഷെ ക്ലസ്റ്റർ ആയിട്ട് വെക്കുമ്പോൾ ഭയങ്കര സ്പേസ് പോകുന്ന പോലെ തോന്നി. സോ ഇങ്ങനെ തന്നെ വെക്കാം. ജസ്റ്റ് ഫോർ നമ്മൾ കത്തിക്കൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി ആള് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അപ്പൊ നമ്മൾ നമ്മുടെ ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇടയ്ക്ക് ഞാൻ ക്ലിപ്സ് ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം മൊത്തം ക്യാവോസ് അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കൽ ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ താഴെ ട്രെയിൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടി എൽഫിനെ വെച്ചിട്ടുണ്ട്. കാണുമോ എന്നറിയില്ല, ഞാൻ കാണിക്കാൻ വിട്ടുപോയ സാധനമാണ്. ഈ എൽഫിനെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഓർത്തത് പ്രസൻസ് പോലെ മറ്റേ റാപ്പർ വെച്ചിട്ട് കുറച്ച് കാർഡ്ബോർഡ് ബോക്സുകൾ റാപ്പ് ചെയ്തിട്ട് വെക്കാന്നാണ് ഓർത്തത്. പക്ഷെ ഈ ട്രെയിൻ വന്നുകൊണ്ട് ഇനിയിപ്പോ അതിന്റെ മുമ്പിൽ ഞാൻ എൽഫിനെയും പ്രസൻസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഭയങ്കരമായിട്ട് മൂടിപ്പോകും, ട്രെയിൻ കാണില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പുള്ള ആ ഗ്യാപ്പ് ഞാൻ പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അതിന്റെ മുകളില് നമ്മൾ മേടിച്ച കുട്ടി മറ്റേ ക്രിസ്മസ് പ്ലാന്റ്സിന്റെയും ഈ റെഡ് കളർ പ്ലാന്റും വെച്ചിട്ട്
അവിടെ കുറച്ച് ഫില്ലായ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഫുൾ ഈ ഒരു റോ ഫുള്ളൊരു ക്രിസ്മസ് വൈബിൽ വരും. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് വെച്ച് ടെന്റ് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പൊ ഇതായിരുന്നു എന്റെ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാരും കാണുക. ഡു സബ്സ്ക്രൈബ് മൈ അക്കൗണ്ട്.